അവിടെ യഥാർത്ഥത്തിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്റ്റേജിലുണ്ടായിരുന്നു എന്ന് മൂപ്പര് പറയലുണ്ട്. സമസ്തയുടെ പ്രസിഡന്റിന്റെ ഒരു കോലാണ് ഇപ്പത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. 1400 പരം വർഷങ്ങൾ കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്തത സഹചാരികളായ ഏറ്റവും ഇഷ്ടക്കാരായ സഹാബികൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതുപോലെ റസൂൽ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ അവിടെ ബിലാൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മരണപ്പെട്ടത്. അവരാരും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നിട്ട് അവിടെ കണ്ടുവന്നു, ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന സദസ്സിൽ വന്നു പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് മൗലവി കളവ് പറയുന്നത്? പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ മുജാഹിദുകളുടെ പത്രം തന്നെയാണ്. 1999 സെപ്റ്റംബർ 17 ഇറങ്ങിയ ശബാബ് വാരികയിൽ കൃത്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷം വന്നു സഹായിച്ചു എന്നുള്ള സംഭവം പറയുന്നുണ്ട്. വൃദ്ധയായ ഖലീഫയുടെ ഹൃദയം കണ്ടെത്തിയ യുവതി എന്ന ഹെഡിങ്ങിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന മുജാഹിദ് പണ്ഡിതനായ പി മുഹമ്മദ് കുട്ടശ്ശേരി എഴുതിയ ലേഖനത്തിൽ കൃത്യമായിട്ട് പറയുന്നു, മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ തടവിലാക്കിയപ്പോൾ, വീട്ടു തടങ്കലിലാക്കിയപ്പോൾ അദ്ദേഹത്തെ വധിക്കുന്ന ആ ദിവസം രാത്രി നോമ്പ് തുറക്കാൻ വെള്ളം പോലും കൊടുക്കാതിരുന്ന സന്ദർഭത്തിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മേൽക്കൂരയിലൂടെ വരികയും വെള്ളം കൊടുക്കുകയും ആ വെള്ളം കുടിക്കുകയും ആ വെള്ളത്തിൻ്റെ തണുപ്പ് എൻ്റെ 2 നെഞ്ചിനിടയിലൂടെ ഇറങ്ങി വരികയും ചെയ്തു എന്ന് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്ന സംഭവമാണ് ശബാബ് ഈ ഉദ്ധരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ ബോധമല്ല മുന്നേ പറഞ്ഞത് എന്താണ്, ശേഷം പറഞ്ഞത് എന്താണ്, നിങ്ങൾ തന്നെ ജനങ്ങളോട് പഠിപ്പിച്ചത് എന്താണ് എന്നതിനെ സംബന്ധിച്ചൊന്നും നിങ്ങൾക്കറിയില്ല. ഒരൊറ്റ തള്ളാണ് ജമാലെ. എന്തൊരു തള്ളാണിത്! ഇതൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വരണ്ടേ? ഈ സംഭവം മുജാഹിദ് വാരിക സ്വന്തം ഉണ്ടാക്കിയതല്ല. ഈ സംഭവം ഇബ്നു തൈമിയയുടെ ശിഷ്യനായ ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ അൽ ബിദാഅത്തു വന്നിഹായ എന്ന ഗ്രന്ഥത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഇബാറത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മഹാനായ ശംസുൽ ഉലമ അദ്ദേഹത്തിൻ്റെ ഒരു ഗണന വേദിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ സംഭവത്തെയാണ് ജിഫ്രി തങ്ങൾ അത് ഉദ്ധരിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അതിനെയാണ് ഈ മുജാഹിദുകാരൻ ട്രോളുന്നത്. അദ്ദേഹത്തിനറിയില്ല, അദ്ദേഹത്തിൻ്റെ മുജാഹിദ് പ്രസ്ഥാനം പിളരുന്നതിന് മുമ്പ് 2022 പിളർന്നത്. അതിനു മുമ്പ് അവിഭക്ത മുജാഹിദുകൾ തന്നെ, അതിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന നേതാവ് ഈ കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ കഥ? ഇത് പറയുമ്പോൾ അത് സ്വപ്നത്തിലാണ്, യാഥാർത്ഥ്യത്തിലല്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ ന്യായീകരിക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഭീമാകാരമായിരിക്കുന്ന അബദ്ധത്തിലാണ് നിങ്ങൾ ചാടുന്നത്. 1, ഷബാബിൽ ഇത് സ്വപ്നത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല. 2, ഇബ്നു കസീറും ഇത് സ്വപ്നമാണെന്ന് പറഞ്ഞിട്ടില്ല. 3, സ്വപ്നത്തിലാണെങ്കിൽ എങ്ങനെയാണ് കൊടുത്ത വെള്ളം കുടിക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് എങ്ങനെയാണ് നോമ്പ് തുറക്കാൻ കഴിയുന്നത്? അപ്പോൾ ഇത്തരം മണ്ടത്തരങ്ങളുടെ പേരാണ് മുജാഹിദ് പ്രസ്ഥാനം എന്നുള്ളത്. ഇങ്ങനെ മാറി മറിയുന്ന തൗഹീദുമായി ഈ വണ്ടി എത്ര കാലം ഒന്നും ജമാലെ? ഒന്ന് പഠിക്കാൻ നോക്കിക്കൂടെ? പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചൂടെ?